നമസ്കാരം, ഞാൻ ആഷ്മി തോമസ്. ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ശനിയാഴ്ച തന്നെ ഇറാനിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ട്രംപിന്റെ ഉന്നത ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തിന് നിർദ്ദേശം കൈമാറിയതായി CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സൈനിക നടപടിയിൽ ഇതുവരെ ട്രംപ് തീരുമാനമെടുത്തിട്ടില്ല. ശനിയാഴ്ചയോടെ ആക്രമണം നടത്താൻ ഒരുക്കമാണെന്നാണ് US സേനയുടെ നിലപാട്. മേഖലയിലെ US സേനയിൽ ഇപ്പോൾ 2 വിമാനവാഹിനി കപ്പലുകൾ, 12 യുദ്ധക്കപ്പലുകൾ, 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ, 1-ലധികം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആയുധങ്ങളും വെടിക്കോപ്പുകളും കൊണ്ടുപോകുന്ന 150-ലധികം ചരക്ക് വിമാനങ്ങളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാനിൽ ആഴ്ചകൾ നീണ്ടുനിൽക്കുന്ന സൈനിക നടപടികൾക്കാണ് പദ്ധതിയിടുന്നതെന്നും ഇസ്രായേലും ഇതിൽ പങ്കാളികളാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാനെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി US. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിന ലീവിറ്റാണ് മുന്നറിയിപ്പ് ആവർത്തിച്ചത്. ഇറാന്റെ ആണവ സൗകര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയെന്നതാണ് പ്രസിഡന്റ് പ്രഥമ പരിഗണന നൽകുന്ന നയതന്ത്രമെന്ന് ലീവിറ്റ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപുമായി കരാറിൽ ഏർപ്പെടുകയെന്ന ബുദ്ധിപരമായ നീക്കം ഇറാൻ നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി പറഞ്ഞു. ഇറാനുമായുള്ള ചർച്ചകളിൽ ചെറിയ പുരോഗതിയുണ്ട്, എന്നാൽ ചില വിഷയങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ തുടരുന്നുണ്ടെന്നും ലീവിറ്റ് പറഞ്ഞു. അതേസമയം ചർച്ചകൾ പൂർത്തിയാക്കാനായി ട്രംപ് നൽകിയിരിക്കുന്ന അന്ത്യശാസനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ലീവിറ്റ് തയ്യാറായില്ല. ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തിൽ തകർന്ന പ്രധാന ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിച്ച് ഇറാൻ. പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഇറാൻ പുനർനിർമ്മിക്കുന്നതായും കോൺക്രീറ്റും മണ്ണും മൂടി അവയെ ബങ്കറുകളാക്കി മാറ്റുകയും ചെയ്യുന്നതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ടു. ഇറാന്റെ പാർച്ചിൻ സൈനിക കേന്ദ്രം, നദാൻസ്, എസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പ്രവേശന കവാടങ്ങൾ കോൺക്രീറ്റ് ഉപയോഗിച്ചടച്ച് മണ്ണിട്ട് മൂടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലൂടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുകയാണ് ഇറാന്റെ ലക്ഷ്യം. അതേസമയം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ നവീകരിച്ചിട്ടുണ്ട്. തകർന്ന ഒരു ആന്റി എയർക്രാഫ്റ്റ് പീരങ്കി പ്രദേശത്ത് വീണ്ടും സജീവമാക്കിയതായും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ്. ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാലുണ്ടാകുന്ന സൈനിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അമേരിക്ക മുന്നറിയിപ്പ് നൽകുമ്പോൾ വ്യോമാക്രമണം തടയാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ച് ആണവ കേന്ദ്രങ്ങളുടെ സംരക്ഷണ നില കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇറാൻ. ഇറാനുമായുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഡിയാഗോ ഗാർഷ്യ സൈനിക താവളം വിട്ടുകൊടുക്കരുതെന്ന് ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഉപയോഗിക്കുന്ന ഈ താവളം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ അതീവ നിർണായകമാണെന്നാണ് ട്രംപ് പറയുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയത്. ഈ ദ്വീപ് ബ്രിട്ടന്റെ തന്നെ നിയന്ത്രണത്തിൽ തുടരണമെന്നും കരാറുമായി മുന്നോട്ടു പോകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദ്വീപ് വിട്ടുകൊടുക്കുന്നത് US-ന്റെ പ്രധാന സഖ്യകക്ഷിയായ ബ്രിട്ടന് ദോഷം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള സ്റ്റാർമറുടെ കരാറിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്തുണ അറിയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ നിർണായക നീക്കം. പലസ്തീൻ ഭീകരരുടെ വീടുകൾ തകർത്ത് ഇസ്രായേൽ സൈന്യം. കഴിഞ്ഞ വർഷം വെസ്റ്റ് ബാങ്കിലെ ഗുഷ് എറ്റ്സിയോണിൽ ആക്രമണം നടത്തിയ ഭീകരന്റെ വീടാണ് സൈന്യം തകർത്തത്. ഭീകരർ ആളുകളുടെ ഇടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയും പിന്നീട് നിരവധി ആളുകളെ കുത്തിക്കൊല്ലുകയുമായിരുന്നു. ഭീകരാക്രമണങ്ങൾ നടത്തിയ പലസ്തീനികളുടെ വീടുകൾ തകർക്കുക എന്ന ഇസ്രായേൽ നയത്തിന്റെ ഭാഗമായാണ് നടപടി. പലസ്തീനികളെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗാർഹിക പീഡനം നിയമവിധേയമാക്കി താലിബാൻ. ഭാര്യയെ ഭർത്താക്കന്മാർക്ക് ഉപദ്രവിക്കാം, എന്നാൽ എല്ലൊടിയുകയോ പ്രത്യക്ഷത്തിൽ മുറിവുകൾ കാണപ്പെടുകയോ ചെയ്യരുതെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇവരുടെ കുട്ടികളെയും ഇത്തരത്തിൽ ശിക്ഷിക്കാം. താലിബാന്റെ പ്രധാന നേതാവായ ഹിബത്തുള്ള അഖുൻസാദയാണ് പുതിയ പീനൽ കോഡിന് അംഗീകാരം നൽകിയത്. ശിക്ഷാവിധികളിലും കുറ്റവാളികൾക്ക് സമൂഹത്തിലുള്ള പ്രതിച്ഛായ അനുസരിച്ച് മാറ്റമുണ്ട്. സ്ത്രീയെ മാരകമായി ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ചാൽ, അതും പ്രത്യക്ഷമായി കാണുന്ന രീതിയിലുള്ള മുറിവാണെങ്കിൽ അയാൾക്ക് 15 ദിവസം മാത്രം ജയിൽവാസം അനുഭവിച്ചാൽ മതി. പരാതിക്കാരി കോടതിയിൽ താൻ നേരിട്ട അതിക്രമവും പരിക്കും വിജയകരമായി തെളിയിച്ചാൽ മാത്രമേ പ്രതിക്ക് ശിക്ഷ ലഭിക്കുകയുള്ളൂ. എന്നാൽ ശരീരം മുഴുവനായി മറച്ചായിരിക്കണം ജഡ്ജിക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. കോടതിയിൽ സ്ത്രീകൾക്കൊപ്പം ഭർത്താവല്ലെങ്കിൽ അകമ്പടിയായി കുടുംബത്തിലെ മറ്റൊരു പുരുഷൻ നിർബന്ധമായും ഉണ്ടാകണം. അതേസമയം ഭർത്താവിന്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ ബന്ധുക്കളെ സന്ദർശിച്ചാൽ 3 മാസം വരെ ജയിലഴിക്കുള്ളിലാകും. പീനൽ കോഡിലെ ആർട്ടിക്കിൾ 9 അഫ്ഗാൻ സമൂഹത്തെ 4 തരത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. മതപണ്ഡിതന്മാർ, വരേണ്യ വിഭാഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണത്. ഇതനുസരിച്ച് ശിക്ഷയിൽ മാറ്റം വരും.
അമേരിക്ക ക്യൂബയ്ക്കുമേൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസുമായി മോസ്കോയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ക്യൂബയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുകയാണെന്ന് പുടിൻ കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുടെ ഉപരോധം മൂലം ബുദ്ധിമുട്ടുന്ന ക്യൂബയെ സഹായിക്കാൻ റഷ്യ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ക്യൂബയിലേക്കുള്ള ഇന്ധനവരവ് തടയാനുള്ള അമേരിക്കയുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും റഷ്യ അറിയിച്ചു. ക്യൂബയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ ശബ്ദമുയർത്തും. പ്രശ്ന പരിഹാരത്തിനായി മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് റഷ്യയുടെ തീരുമാനം. മുൻ പ്രസിഡന്റ് യൂൻ സുക് യോളിനെതിരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ദക്ഷിണ കൊറിയൻ കോടതി. സൈനിക ഭരണം അടിച്ചേൽപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിനും കലാപ ആഹ്വാനത്തിനുമാണ് ശിക്ഷ. 2024 ഡിസംബറിലാണ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ യൂൻ അപ്രതീക്ഷിതമായി സൈനിക നിയമം പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രവിരുദ്ധ ശക്തികളെ വേരോടെ പിഴുതെറിയാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കടുത്ത യാഥാസ്ഥിതികനായ 65 വയസ്സുള്ള യൂനിനെ പിന്നീട് പുറത്താക്കുകയും അറസ്റ്റ് ചെയ്യുകയും കലാപം മുതൽ നീതിനിഷേധം വരെയുള്ള നിരവധി കുറ്റങ്ങളിൽ പ്രതി ചേർക്കുകയും ചെയ്തു. കലാപക്കുറ്റങ്ങളിൽ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ജനുവരിയിലെ വാദത്തിനിടെ യൂനിനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് സോൾ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.